ഒരു സന്തോഷ വാർത്ത അങ്ങനെ തന്നെ പറയാം. തിരുവനന്തപുരം മേയർക്ക്, അതായത് 12ാമത്തെ ജില്ലയിൽ നിന്നും 1ാമത്തെ ജില്ലയിലേക്ക് ഒരു കത്തയക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. കാരണം ഉരുൾപൊട്ടൽ വീട് നഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും വീട് കൊടുക്കുന്നുണ്ട്, താക്കോൽദാനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും ഈ പറഞ്ഞ വ്യക്തിക്ക് ഇതുവരെ വീട് കിട്ടിയിട്ടില്ല. അപേക്ഷ കൊടുത്തിട്ട് അതിന് റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അവർ കിഡ്നി കംപ്ലൈൻ്റ് ആയിട്ട് ഹോസ്പിറ്റലാണ്, അവരുടെ ഭർത്താവിന് വയ്യ, അങ്ങനെയെല്ലാം കൂടി അവർ നല്ലൊരു ബുദ്ധിമുട്ടിലാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അപേക്ഷിച്ചിട്ടും പറഞ്ഞിട്ടും ഒരു രക്ഷയില്ലാത്ത വന്നത് കൊണ്ടാണല്ലോ തിരുവനന്തപുരത്തെ മേയർക്ക് കത്തയക്കാൻ കാരണം. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു കത്ത് മേയർ എന്നുള്ള നിലയ്ക്ക് വന്നിരുന്നു. ആ കത്ത് വന്നത് വ്യക്തിപരമായ അഡ്രസ്സിലാണ്, എന്റെ വീട്ടഡ്രസ്സിലാണ് ആ കത്ത് വന്നത്. ഞാൻ അതിന്റെ ഒരു 2 ചെറിയ പാരഗ്രാഫ് മാത്രം വായിക്കാം. 2 പേജേ ഉള്ളൂ, ഒരു പേജേ ഉള്ളൂ. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ അവർക്ക് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്ക് ചീരാൽ വില്ലേജ് നെന്മേരി പഞ്ചായത്ത് പാഴൂർ ദേശത്ത് താമസിക്കും നെല്ലിയാളം വീട്ടിൽ അജിത ബോധിപ്പിക്കുന്ന സങ്കട ഹർജി. സർ, ഞാനൊരു കിഡ്നി രോഗിയാണ്. 2 കിഡ്നിയും സിസ്റ്റായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഒരു ടാബ്ലറ്റിന്റെ പേര് 8 ടാബ്ലറ്റും മറ്റൊന്ന് 40 mg ഒരു ടാബ്ലറ്റുമാണ് ദിവസവും കഴിക്കുന്നത്. അങ്ങനെ കുറച്ച് എഴുതിയിട്ടുണ്ട്. ഞാനും ഭർത്താവിന്റെ പെങ്ങളും 5 മക്കളും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. ഭർത്താവിന് കൂലിപ്പണിയാണ്. ഇപ്പോൾ നടുവേദനയും കുറച്ച് അസുഖം അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് കോഴിക്കോട് ചികിത്സയിലായിരുന്നു. ഓരോരുത്തരായി ആശുപത്രി ആയത് മൂലം ഇതുവരെയായി ഒരു വീട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല. ലൈഫ് മിഷനിൽ അപേക്ഷിച്ചിരുന്നു, കളക്ടർക്ക് നിവേദനം കൊടുത്തിരുന്നു. ഒരു വീടിനായി എവിടെ നിന്നും ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി എനിക്ക് ഒരു വീട് വെക്കാനുള്ള സഹായം അനുവദിച്ച് നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് തിരുവനന്തപുരം മേയർക്ക് വയനാട്ടിൽ നിന്ന് ഒരു വനിത, ഒരു വീട്ടമ്മ ഒരു കത്തെഴുതിയിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ അധികാര പരിധിയിൽ പെട്ട വിഷയമല്ലെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഒരു 48 മണിക്കൂർ മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തിലെ വയനാട് ജില്ലയിൽ താമസിക്കുന്ന അസുഖം ബാധിച്ച ഒരു പാവപ്പെട്ട വീട്ടമ്മ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നുള്ളിടത്താണ് ഈ കോർപ്പറേഷൻ ഭരണസമിതിയുടെ വിജയം. ഇപ്പോ ഇങ്ങനെയുള്ള നിരവധി പേർ ഇങ്ങനെയുള്ള നിരവധി പേർ നാട്ടിലുണ്ടാവും. അയക്കുന്ന എല്ലാ കത്തുകൾക്കും നമുക്ക് അഡ്രസ് ചെയ്യാനോ മറുപടി പറയാനോ പരിഹരിച്ചു കൊടുക്കാനോ ഒരു പക്ഷേ സാധിക്കുമെന്നും വരത്തില്ല. പക്ഷേ ജനങ്ങൾ പ്രതീക്ഷയോടെ നമ്മൾ 101 പേർ അടങ്ങുന്ന ഭരണസമിതി വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടങ്ങിയ ബഡ്ജറ്റ് ഗൗരവമായി അംഗങ്ങൾ ചർച്ച ചെയ്ത് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി ആരോഗ്യകരമായ വിമർശനങ്ങൾ നടത്തി മുന്നോട്ട് പോകണമെന്നാണ് മേയർ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. ഞാനിവിടെ വായിക്കണമെന്ന് ആഗ്രഹിച്ചാൽ എന്റെ ഫയലുണ്ടായിരുന്ന കത്താണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു കത്ത് വരുമ്പോൾ നിരവധി പേർക്ക് വരുന്നുണ്ടാകാം. എനിക്ക് വന്ന പല കത്തുകളിലൊന്നും ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം PMBOY പദ്ധതി എന്നുള്ള പദ്ധതിക്ക് വ്യാപകമായ അംഗീകാരം കേരളത്തിൽ ലഭിക്കുന്നു എന്നുള്ളതിന്റെ രേഖാവുള്ള ഒരു തെളിവാണ്. എങ്ങനെ നടപ്പിലാക്കുമെന്ന് രാജീവ്കുമാർ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഭരണസമിതിയുടെ ഒരു വിലയിരുത്തൽ മേയറുടെ മറുപടി പ്രശ്ന സമയത്ത് പറയാവുന്നതാണ്. എന്തായാലും പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് വീടിന്റെ കാര്യങ്ങളൊക്കെ തന്നെ. ഞാൻ മനസ്സിലാക്കുന്ന കോർപ്പറേഷനിലെ PMA സെക്ഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ കണ്ണൂർ കോർപ്പറേഷനിൽ നിന്ന് വിളിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കുന്നതെന്ന് കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നും വിളിച്ച് ചോദിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടറി ഉൾപ്പെടുന്ന ഒരു മീറ്റിംഗിൽ ആ ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറഞ്ഞത്. എന്തായാലും മേയർ എന്നുള്ളത് കോർപ്പറേഷന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് നമുക്കിത് വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കാനുള്ള തടസ്സം ഉണ്ടാകും. എന്തായാലും മേയർ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 പേരെയും വിശ്വസിച്ചുകൊണ്ട് ഈ വനിത അയച്ചിരിക്കുന്ന കത്തിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം വ്യക്തിപരമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഏറ്റെടുക്കുകയാണ്. ഈ കൗൺസിൽ, ഇന്നത്തെ കൗൺസിൽ അവർക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ സ്ഥലം വാങ്ങി വീട് വെച്ചു കൊടുക്കും. നമ്മുടെ ഇന്നത്തെ കൗൺസിൽ യോഗം കഴിഞ്ഞ് 24 മണിക്കൂറിനകം മേയറുടെ പ്രതിനിധി വയനാട്ടിൽ അവരുടെ വീട്ടിലെത്തി അവരുമായിട്ട് നേരിട്ട് സംസാരിക്കുമെന്ന് ഞാൻ ഔദ്യോഗികമായി അറിയിക്കുകയാണ്.